ഓണം അന്നും ഇന്നും. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണമെന്നത്. ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കൊയ്ത്തുത്സവം എന്നും ഓണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൃഷിക്കായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് ദിനങ്ങൾ കർഷകർക്ക് ഉത്സവങ്ങളായിരുന്നു. ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. വയലുകൾ അപ്രത്യക്ഷമായി തുടങ്ങി. കളപ്പുരകൾ കാണാനുമില്ല. ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഇന്ന് കൃഷിസ്ഥലങ്ങൾ കയ്യേറി. പച്ചപ്പിൻ്റെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത്തം മുതൽ 10 ദിവസം വരെ മുറ്റത്ത് ഓണപ്പൂക്കളം ഇട്ടായിരുന്നു പണ്ട് ഓണം ആഘോഷിച്ചിരുന്നത്. പൂ പറിക്കാൻ പൂവട്ടിയുമായി കുട്ടികൾ രാവിലെ തന്നെ പറമ്പിലൂടെ നടന്ന് പൂക്കൾ ശേഖരിച്ചായിരുന്നു മുറ്റത്ത് പൂക്കളമിടുന്നത്. അന്നത്തെ കാലത്ത് തുമ്പയും കാക്കപ്പൂവും മുക്കുറ്റിയും അരിപ്പൂ തുടങ്ങിയ പുഷ്പങ്ങളായിരുന്നു പൂക്കളത്തിൽ അധികമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കടയിൽ നിന്നും ചോദിക്കുന്ന വില കൊടുത്ത് പലതരം പൂക്കൾ വീടിൻ്റെ മുറ്റത്തിടുന്നു. പൂക്കൾ കേടാകാതിരിക്കാൻ രാസവസ്തുക്കളും മറ്റും മനുഷ്യന് ദോഷം വരുന്ന വിഷം തളിച്ചാണ് കടകളിൽ നിന്നും ലഭിക്കുക. പിന്നെ ഒരു കൂട്ടർ അതിലും എളുപ്പമായി പ്ലാസ്റ്റിക് പൂക്കളം മുറ്റത്ത് നിരത്തി വയ്ക്കുന്നു. മഹാബലി വാണകാലം കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റിനും കള്ളവും ചതിയും കൊലയും മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഓണക്കോടിക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ വർഷത്തിലൊരിക്കലാണ് ഒരാൾക്ക് പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഓണക്കോടിയുടെ മഹത്വം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് എന്നു വേണമെങ്കിലും വസ്ത്രങ്ങൾ ലഭിക്കും. ഇന്ന് ഡിസൈനർ വസ്ത്രങ്ങളാണ് പലർക്കും ഇഷ്ടം. പഴയ ഓണപ്പുടവയുടെ പാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. പണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഷ്ഠാന കലകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ ചുരുക്കിയിരിക്കുന്നു. കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഓണക്കാലത്ത് ഓണപ്പൊട്ടന്മാർ എന്ന ഒരു കലാരൂപമുണ്ടായിരുന്നു. മുഖത്തും കയ്യിലും ചുവപ്പ് നിറം പൂശി വീട് സന്ദർശിക്കാനായി എത്തും. എന്നാൽ ഇന്ന് ഇത്തരം കലാരൂപങ്ങൾ അപ്രത്യക്ഷമായി. പണ്ട് ഓണക്കാലത്ത് മഴയ്ക്ക് കൂട്ടായി ഓണത്തുമ്പികളും മഞ്ഞക്കിളികളുമൊക്കെ എത്തിയിരുന്നു. പ്രകൃതിയും ഓണത്തിനെ വരവേറ്റ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ മാറി. കിളികളെയും തുമ്പികളെയും ചുറ്റും നോക്കിയാലും കാണാത്ത അവസ്ഥയിലെത്തി. പണ്ടുകാലങ്ങളിൽ ക്ഷേത്രങ്ങളിലും അതിൻ്റെ പരിസരങ്ങളിലുമായി പല രീതിയിലുള്ള ഓണാഘോഷങ്ങൾ നടന്നതായി പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലത്തും സ്കൂളുകളിലും എല്ലാം ഓണം ആഘോഷിച്ചു വരുന്നു. പണ്ടൊക്കെ ഒരു കുടുംബ വ്യവസ്ഥയിലായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഓണം ആഘോഷിക്കാൻ തറവാട്ടിൽ പോലും എത്താൻ മക്കൾക്ക് സമയമില്ലാതെയായി. ഓരോരുത്തർ ഓരോ സ്ഥലത്ത് നിന്ന് അവരുടേതായ രീതിയിൽ ഓണം ആഘോഷിക്കുന്നു. ഓണത്തിന് വീടിൻ്റെ മുറ്റത്തുള്ള മരത്തിൽ ഒരു ഊഞ്ഞാൽ കെട്ടുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഊഞ്ഞാലിരുന്ന് ആടാൻ വീട്ടിൽ കുട്ടികൾ പോലും ഇല്ലാതെയായി. ഊഞ്ഞാൽ കെട്ടാൻ പോലും ആരും തയ്യാറുമല്ല. ഓണസദ്യയുടെ കാര്യത്തിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ പറമ്പിൽ തന്നെ ഓണസദ്യ ഒരുക്കാനായി എല്ലാം ഉണ്ടാകും. ആ സദ്യയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ ഇന്ന് എല്ലാം കടയിൽ നിന്ന് മേടിച്ചിട്ട് വേണം. സദ്യ വിളമ്പാൻ പണ്ട് നാടൻ വാഴയുടെ തൂശനിലയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നും അതും പ്ലാസ്റ്റിക്കായി കഴിഞ്ഞു. എത്ര പേർക്ക് സദ്യ വേണമെന്ന് പറഞ്ഞാൽ അതിന്ന് വീട്ടിലെത്തും. പണ്ടുകാലങ്ങളിൽ ഓണത്തിൻ്റെ 2 ദിവസം മുമ്പ് സദ്യ ഒരുക്കാൻ വീട്ടിലുള്ളവർ ഒരുക്കം തുടങ്ങും. ഇന്നും ഓണം കെങ്കേമമായാണ് ആഘോഷിക്കുന്നത്. പക്ഷേ അതിൽ തനിമയുടെ ഒരംശം പോലും ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ണുന്ന ചോറിനു വരെ അന്യസംസ്ഥാനക്കാരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. പ്രകൃതിയുടെ ഉത്സവമായ ഓണത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും ഒരുപോലെ സാധിക്കട്ടെ. നന്ദി.